ഭർഗോ ദേവസ്യ ധീമഹി. നമസ്കാരം. സ്വർഗാരോഹണം എന്ന് പേരിട്ടിരിക്കുന്ന 33-ാമത്തെയും അവസാനത്തെയുമായ സർഗത്തിലാണ് നാം ഇപ്പോൾ. അതെ, ദേവസ്യാസാർ എഴുതിയ ക്രിസ്തു ഭാഗവതം എന്ന കൃതിയിലെ അവസാനത്തെ സർഗത്തിൽ ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങോ വായിച്ച ഒരു വരി ഓർമ്മ വരികയാണ്. ടുഡേ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അസെൻഡഡ് ഇൻ ടു ഹെവൻ. ഇന്നാണ് നമ്മുടെ നാഥൻ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ലെറ്റ് അവർ ഹാർട്ട്സ് അസെൻഡ് വിത്ത് ഹിം. നമ്മുടെ ഹൃദയങ്ങളും അദ്ദേഹത്തോടൊപ്പം ആരോഹണം ചെയ്യുമാറാകട്ടെ എന്ന വരികൾ. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സംസ്കൃത ഭാഷാ സ്നേഹിയും ഒരു സാമൂഹ്യ പ്രവർത്തകനും എൻ്റെ മാന്യ സുഹൃത്തുമായി സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി എത്തിയിട്ടുണ്ട്. കാവ്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പക്ഷേ നമ്മളെന്നും പതിവ് തെറ്റിച്ചില്ല. ഞാൻ പണ്ടങ്ങോ വായിച്ച ഒരു വരി ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത്. നമ്മൾ സ്വർഗാരോഹണം എന്ന സർഗത്തിലാണല്ലോ നിൽക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വരിയാണ് പറഞ്ഞത്. ഇന്നാണ് നമ്മുടെ നാഥനായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. നമ്മുടെ ഹൃദയങ്ങളും ആരോഹണം ചെയ്യട്ടെ അദ്ദേഹത്തോടൊപ്പം എന്ന് പറയുന്ന വരികളാണ്. നമുക്ക് നേരിട്ട് അധ്യായത്തിലേക്ക് കടക്കാം. നമ്മൾ ഏതാനും ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. മറ്റൊരു ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാത്രമല്ല ഇത് വളരെ ഹൃദയാവർജകമായ രംഗമാണ്. അവരോട് അപ്പന്മാർ മരിക്കുന്നതിന് മുമ്പ് മക്കളൊക്കെ ഉപദേശം കൊടുത്തു പോവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോ ഈ ഭൂമിയിൽ നിന്നും പോവുകയാണ്. പിന്നെ ഒരിക്കലും ശാരീരികമായിട്ട് ആരും കാണുന്നില്ല. ഇപ്പോൾ അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളുമൊക്കെ വളരെ ഒട്ടും അതിൻ്റെ ചൈതന്യം പോകാതെ എൻ്റെ വികാരവായ്പകളൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ നന്നായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഗാലിലീഗിരിയുടെ മുകളിൽ ശിഷ്യന്മാർ ഒത്തുകൂടി എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി നോക്കിക്കണ്ടത്. അവിടെ ഈശോ അവിടേക്ക് വരികയാണ്. ഈശോയെ ദൂരേക്ക് വെച്ച് തന്നെ കണ്ടിട്ട് ശിഷ്യന്മാർ അവർ നിലത്തു വീണു വണങ്ങി എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. അതിനെ തുടർന്ന് മറ്റൊരു ശ്ലോകത്തിലൂടെ
കവി നമ്മോട് പറയും, ഈശോ അവരോട് പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേലുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആശയം പ്രതിപാദിക്കുന്ന പദ്യത്തിലേക്ക് യേശുരന്തികമാഗത്യ. യേശുരന്തികമാഗത്യ സംലപം സ്ഥാനഭാഷത പ്രഭുത്വം സ്വർഗമേദിന്യോ അദായി നിഖിലം മമ. വച്ചാൽ നോക്കൂ, യേശു അന്തികം ആഗത്യ, യേശു അടുത്തു വന്ന സംലപൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് താനഭാഷത അവരോട് പറയുന്നു, സ്വർഗമേദിന്യോഹോ നിഖിലം പ്രഭുത്വം മമ അദായി എന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേലുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. തുടർന്ന് അദ്ദേഹം അവരോട് എന്തു പറഞ്ഞുവെന്ന് വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അതോ ഗത്വാ മുദായൂയം, ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോ ഗത്വാ മുദായൂയം ജനാംശ്ച കുരുതാഖിലാൻ മച്ഛിഷ്യാംസ്താൻ സ്നാപയതാ മൂർത്തിത്രിതയനാമസു. യേശു എന്താണ് പറഞ്ഞത്? അതഹ, അതുകൊണ്ട് യൂയം മുദാഗത്വ, നിങ്ങൾ സന്തോഷത്തോടെ ചെന്ന് അഖിലാഞ്ജനാൻ മച്ഛിഷ്യാൻ കുരുത, എല്ലാ ജനങ്ങളെയും എൻ്റെ ശിഷ്യന്മാരാക്കി ചെയ്യുക എന്ന്. ആരെയും ഒഴിവാക്കുന്നില്ല, ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല. താൻ മൂർത്തി ത്രിതയ നാമസു സ്നാപയതാച്ച, അവരെ ത്രിമൂർത്തികളുടെ നാമത്തിൽ സ്നപനം ചെയ്യുകയും ചെയ്യുക എന്ന ഒരു നിർദ്ദേശം വയ്ക്കുകയാണ് മുമ്പിൽ. ക്രിസ്തുവിൻ്റെ വലിയൊരു നിർദ്ദേശമാണ്. സഭ വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. സഭ ബൈ നേച്ചർ സ്വഭാവത്ത മിഷണറിയാണെന്നാണ് ക്രൈസ്തവർ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ സന്ദേശം ഏതാനും പേർക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു. നിന്നെ പറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏതാനും വിഭാഗത്തിലുള്ളതല്ല. അങ്ങനെ സാർവജനീന സ്വഭാവമുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തുവിൻ്റേത്. അത് പാലിക്കുന്നവർക്കെല്ലാം അതിൽ തന്നെ രക്ഷ കിട്ടും. അപ്പം ഇതെല്ലാവരെയും അറിയിക്കണം. തൃത്വത്തിന് നാമത്തിൽ എന്ന് പറയാനായിട്ട് കാരണം ക്രൈസ്തവ സങ്കല്പം അനുസരിച്ച് ദൈവം എന്ന് പറയുന്ന ഒരേ സമയം 3 പേരും ഏകം ആണ്, അതേസമയം 3 പേരാണ്. അങ്ങനെ ഒരു സങ്കല്പമാണ് ക്രൈസ്തവർക്കുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവെന്നും പറയുമല്ലോ, വിശുദ്ധാത്മാവെന്നും പറയും. ശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഇവിടെ 3 പേരുടെയും നാമത്തിൽ മാമോദിസ നൽകാനാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തുവിൻ്റെ വലിയൊരു ആഹ്വാനമാണ്. അതെ അതെ. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, യദ്യദാദിഷ്ടവാൻ യുഷ്മാൻ എന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. യദ്യദാദിഷ്ടവാൻ യുഷ്മാൻ അഹം ബോധയദാഖിലാൻ യാവത് യുഗാന്തമാസേഹം യുഷ്മാഭിഃ സഹ സർവദാ. അച്ഛാ നോക്കൂ, അഹം യുഷ്മാൻ യത് ആദിഷ്ടവാൻ, ഞാൻ എന്തെന്ത് നിങ്ങളോട് നിർദ്ദേശിച്ചുവോ അഖിലാൻ ജനാൻ ബോധയത, അത് എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുക എന്ന്, അവരെ ബോധ്യപ്പെടുത്തുക എന്ന്, പഠിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. യാവത് യുഗാന്തം അഹം യുഷ്മാഭിഃ സഹ സർവഥാ ആസേ, യുഗ അവസാനം വരേക്കും. യാവത്ത് എന്ന വാക്കിന് വരെ. അപ്പോൾ യുഗാന്തം യാവത്, യുഗ അവസാനം വരേക്കും, അഹം യുഷ്മാഭിഃ സഹ ആസേ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എങ്ങനെ എന്നൊരു വാക്ക് കവി ചേർത്തിട്ടുണ്ട്. സർവഥ എന്ന, എല്ലാ പ്രകാരത്തിലും, സർവപ്രകാരത്തിലും. സർവദാ എന്ന വാക്കിന് എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥമെങ്കിൽ സർവഥ എന്ന വാക്കിന് എല്ലാ പ്രകാരത്തിലും എന്നാണ് അർത്ഥം. ഇവിടെ ആ വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളൊത്ത് എല്ലാ പ്രകാരത്തിലും ഉണ്ടായിരിക്കുമെന്ന് വാക്കു നൽകുന്നു ഈശോ. തുടർന്ന് അദ്ദേഹം എന്തു ചെയ്തു എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഇവിടെ ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചെല്ലാം പഠിപ്പിക്കാനല്ല പറയുന്നത്. വാസ്തവത്തിൽ ഈ നമുക്ക് ഭാരതത്തിൽ ലഭിച്ചിരിക്കുന്ന വലിയൊരു പദമാണ് ജ്ഞാനസ്നാനം. അത് ഇംഗ്ലീഷിൽ അതിൻ്റെ തത്തുല്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ബാപ്റ്റിസം എന്നല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ എല്ലാവരും മുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ശരിക്കും ആ ഭാരതീയ പശ്ചാത്തലത്തിൽ അജ്ഞാനമാണല്ലോ എല്ലാ അടിമത്തത്തിനും എല്ലാം കാരണം. ശരിയായ ജ്ഞാനം പഠിപ്പിക്കുന്നതാണ് പ്രകാശം. അങ്ങനെയാണ് ഒരാൾ മോചിതരായി വരുന്നത്. തീർച്ചയായും. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ വെച്ചാൽ പ്രോദ്ഘാടയാമാസ.
तदप्रोद्घाटयामास स तेषां बुद्धिमण्डलं वेदशास्त्रावबोधाय पुनरेवमभाषत. നോക്കൂ, തതഃ സഹ വേദശാസ്ത്ര അവബോധായ തേഷാം ബുദ്ധിമണ്ഡലം ഉദ്ഘാടയാമാസ. അദ്ദേഹം അവരുടെ ബുദ്ധിമണ്ഡലം വികസിപ്പിച്ചു കൊടുത്തുവത്രേ. എന്തിനു വേണ്ടി? വേദശാസ്ത്ര അവബോധായ, വേദശാസ്ത്രങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുമാറ്, വേദശാസ്ത്രങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമാറ് അവരുടെ ബോധമണ്ഡലം ഈശോ വികസിപ്പിച്ചു കൊടുത്തുവെന്ന്. അതാണ് ഇതിലെ ആശയം. അത് ദൈവവിശ്വാസ കൂട്ടിച്ചേർക്കലാന്ന് പറയാൻ പറ്റും. പക്ഷെ അത് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമെന്ന് നടക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സകല കാര്യങ്ങളും പഠിപ്പിക്കും, സത്യത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവാണ് ഇവരുടെ ബുദ്ധിതലത്തെ വികസിപ്പിക്കുന്നത്. അതെ. തുടർന്ന് അച്ഛാ നോക്കൂ, അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ ബേഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബൈബിളിൽ. അവിടെ അദ്ദേഹം തൻ്റെ കരങ്ങൾ ഉയർത്തി അവർക്ക് അന്തിമമായ ആശിസ് നൽകി എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഇത്യുക്ത്വാസൗ ബേഥനിയ, ഇത്യുക്ത്വാസൗ ബേഥനിയാം യാവത് ശിഷ്യാൻ നിനായ താൻ ഊർധ്വീകൃത്യ കരൗ തേഭ്യോ ദദാവാശിഷമന്തിമാം. നോക്കൂ, ഇത്യുക്ത്വ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താൻ ശിഷ്യാൻ ബേഥനിയാം യാവത് നിനായ, തൻ്റെ ശിഷ്യന്മാരെ ബേഥനിയ വരെ കൂട്ടിക്കൊണ്ടു ചെന്നു. എന്നിട്ട് കരൗ ഊർധ്വീകൃത്യ, കരങ്ങൾ ഉയർത്തി, തേഭ്യഃ അന്തിമാം ആശിഷം ദദൗ, അവർക്കായി അന്തിമമായ ആശിസ്സു നൽകിയെന്ന്. അപ്പോൾ അവിടെ അവരൊരു കാഴ്ച കാണുകയാണ്. ആ ആശീർവദിക്കാനായി ഉയർത്തിയ കൈത്തലങ്ങളിൽ ആണിത്തുളകളുടെ പാട് കണ്ടു. അവർ വിസ്മയിച്ചു പോയി എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. സാറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കാണ്. അതെ അതെ അതെ, വളരെ അതിശയകരമാണെന്ന് നമുക്ക് പറയേണ്ടത്. അല്ലെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ അത് തോമാസ് ലിഹായെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലാതെ എങ്ങനെ കാണിച്ചു കൊടുക്കും? പക്ഷെ അത് ഈ ഉയർത്തു പോകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഈ അണിപ്പാടുകളുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ആ ഓർമ്മകൾ കൈ കൊണ്ടുപോകുന്നുണ്ട്. അടയാളത് അത് ക്ഷമയുടെയും കൂടെ ഒരു അങ്ങനെ. അത് വളരെ അത് സാറിനെ കൂട്ടിച്ചേർക്കൽ അപാരമായിരിക്കും. ആശീർദാനായ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ആശീർദാനായ തസ്യോർധ്വി കൃതയോരഗ്രഹസ്തയോഃ കീലക്ഷതാംഗൗ ആലോക്യ വിസ്മിതാസ്തേ ഭവഞ്ജനാഃ. നോക്കൂ, ആശീർദാനായ ഊർധ്വീകൃതയോഹോ തസ്യ അഗ്രഹസ്തയോഹോ, ആശീർവദിക്കുവാനായി ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ കൈതലങ്ങളിൽ കീലക്ഷതാംഗവും ആലോക്യ, ആണിത്തുള്ളകളുടെ പാടുകണ്ടിട്ട് തേ ജനാഹ വിസ്മിതാഹ ഭവൻ, ആ ജനങ്ങൾ അമ്പരന്നു പോയി എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ദേവസ്യ സാറ് എഴുതിയ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഈശോ സ്വർഗലോകോന്മുഖനായി നിന്നു, അവിടേക്ക് ഉയർന്നു പൊങ്ങുകയാണ് എന്ന് നേരിട്ട് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. അനുജ്ജിത നരാകൃതി, അനുജ്ജിത നരാകൃതി സപദി യേശുദേവ സ്വയം സ്വശിഷ്യ നികടാ പൃഥക് ഭവതി ചോർധ്വനേത്രാംബുജഃ പ്രസാരിതകര സമുത്പതതി നാഗലോകോന്മുഖോ പലാഹ കപടക്ഷണാതപഹരത്യമും ദൃക്പഥാത്. നോക്കൂ, എങ്ങനെയാണ് ദേവസ്യ സാർ ഈശോയെ വർണ്ണിക്കുന്നതെന്ന്. അനുജ്ജിത നരാകൃതി, മനുഷ്യാകാരം വെടിയാതെ തന്നെ, മനുഷ്യരൂപം അത് ഉപേക്ഷിക്കാതെ തന്നെ, യേശുദേവ സപതി പെട്ടെന്ന് സ്വശിഷ്യ നികടാത് പൃഥക്, തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ നിന്ന് വേറിടുന്നു, വേർതിരിയുന്നു, വേറിട്ടു നിൽക്കുന്നു എന്ന പൃഥക് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടോ ഊർധ്വ നേത്രാംബുജ പ്രസാരിതകരഃ എന്നൊക്കെ പറയുന്നു. ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ടും, പ്രസാരിതകരഃ കൈകൾ വിടർത്തിക്കൊണ്ടും,
നാഗലോകോന്മുഖ സ്വർഗലോകോന്മുഖനായിക്കൊണ്ട് സമുത്പത്തി ഉയർന്നു പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ദേവസ്യ സാറ് പ്രയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാല പ്രയോഗമാണ്. അതായത് നേരിട്ട് താൻ കാണും പോലെ വായനക്കാർക്ക് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. ദേ നോക്കൂ, ഈശോ അവിടെ പൃഥക് ഭവതി വേറിടുന്നു, തൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് അദ്ദേഹം വേറിടുന്നു. പിന്നെയോ അദ്ദേഹം ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ടും കരങ്ങൾ നീട്ടിക്കൊണ്ടും സ്വർഗലോകോന്മുഖനായി അദ്ദേഹം സമുത്പത്തി അവിടെയും പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാല പ്രയോഗമാണ്. ഉയർന്നു പൊങ്ങുന്നുവെന്ന് താൻ നേരിട്ട് കാണും പോലെ വായനക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്ഷണാത്, അടുത്ത ക്ഷണത്തിൽ, വലാഹക പട്ടഹ എന്ന്, അമും ദൃക്പഥാത് അപഹരത്തി എന്ന് ഒരു മേഘത്തിരശീല, അതിന് കവി ഉപയോഗിച്ച വാക്ക് വലാഹക പട്ടഹ. പട്ടഹ എന്ന വാക്കിന് വസ്ത്രം, ശീല, തിരശീല എന്ന് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും. വലാഹകഹ എന്ന വാക്കാണ് മേഘത്തെ കുറിക്കുന്ന വാക്കായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നല്ല വാക്ക് കൂടിയാണ്, സാധാരണയിൽ കവിഞ്ഞ മറ്റൊരു വാക്കാണ്, കുറെ കൂടി നല്ല വാക്കാണ് വലാഹകം എന്ന വാക്ക്. അപ്പോൾ മേഘം എന്ന് നേരിട്ട് പ്രയോഗിക്കാതെ ഒരു വ്യത്യസ്തമായ വാക്ക് വലാഹക പട്ടഹ എന്ന് പറയുമ്പോൾ ഒരു മനോഹാരിതയുണ്ട് ആ പ്രയോഗത്തിൽ. വലാഹക പട്ടഹ, ഒരു മേഘത്തിരശീല. അമും ദൃഷ്ടിപഥാത് അപഹരത്തി, അദ്ദേഹത്തെ ദൃഷ്ടിപഥത്തിൽ നിന്ന്, നമ്മുടെ നോട്ടത്തിൽ നിന്ന് അകറ്റും. അവിടെയും വർത്തമാനകാല പ്രയോഗമാണ്. ദൃക്പഥാത് അപഹരത്തി, ദൃഷ്ടിപഥത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുവെന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഈശോയുടെ സ്വർഗാരോഹണത്തെ വിവരിക്കുന്നത്. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ശരീരത്തോടു കൂടിയാണ് പോയത്. തീർച്ചയായും. പക്ഷെ അവിടെ ആ ശരീരം സാധാരണ ശരീരമല്ല. അത് സുവിശേഷങ്ങളിൽ ഉത്ഥാനത്തിന് ശേഷം അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് അനായാസമായിട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ ഈ യേശുവിൻ്റെ ഉത്ഥിതനായ ഈശോയുടെ ശരീരത്തിൽ 4 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന് എജിലിറ്റി, വളരെ ചടുലമായിട്ടുള്ള നീക്കത്തിനുള്ള കഴിവുണ്ട്. രണ്ടാമത്തേത് ഇമ്പാസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇനി ആർക്കും മുറിവേൽപ്പിക്കാൻ പറ്റത്തില്ല, സഹനം ആ ശരീരത്തെ ഏശിയല്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബ്രില്യൻസ്, അതിന് പ്രകാശപൂരിതമായ പ്രകാശപൂരിതമായ ശരീരം. അതുപോലെ തന്നെ സട്ടിലാണ്, സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശരീരത്തോടു കൂടിയാണ് പോയിരിക്കുന്നത്. അത് വെറും സാധാരണ ശരീരമല്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസം അനുസരിച്ച് മരണശേഷം അങ്ങനെ ഒരു രൂപം പ്രാപിക്കുക എന്നുള്ളതാണ്. അത് വെറും ആത്മാവ് എന്നുള്ള സങ്കല്പമല്ല. അത് ആത്മാവെന്ന് പറയുമ്പോൾ അതൊരു ശരീരത്തോടു കൂടിയ ഒരു ആത്മാവാണ് ക്രൈസ്തവ വിശ്വാസത്തിലുള്ളത്. അതെല്ലാം സൂചിപ്പിക്കുന്ന രീതിയിലാണ് സാർ അത് വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും. തുടർന്ന് കവി പറയും, ഈ ശിഷ്യന്മാർ മാനത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ഇനി അടുത്ത കർത്തവ്യത്തിലേക്ക് അവരെ ഏർപ്പെടുത്തുവാൻ വേണ്ടിയാവണം അവിടെ 2 യുവാക്കൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അമാനുഷ ശോഭയോട് കൂടിയ 2 യുവാക്കൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് പറയുന്നു. അതായത് അങ്ങനെ അവർ, ഈ ശിഷ്യന്മാർ മാനത്തു തന്നെ കണ്ണൂന്നി നിൽക്കെ വെള്ളവസ്ത്രം ധരിച്ചവരും അമാനുഷ ശോഭയോട് കൂടിയവരുമായ 2 യുവാക്കൾ വേഗത്തിൽ അടുത്തുവന്ന് അവരോടായി പറയുന്നു. എന്താണ് അവരോട് പറഞ്ഞത്? അവരെ വിളിക്കുന്നത് തന്നെ നല്ലവരെ എന്നാണ്. ഭദ്രശീല സജ്ജനങ്ങളെ, ഗാലിലീയ പൂരുഷാഹ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരോട് ഇനി ചെയ്യേണ്ട കർത്തവ്യത്തെക്കുറിച്ച് അവർ ഓർമ്മിപ്പിക്കുകയാണ്. ആ ശ്ലോകത്തിലേക്ക് കടക്കാം. ഭോ ഗാലിലീയ പൂരുഷാഹ. ഭോ ഗാലിലീയ പുരുഷ ഗഗനം വിലോക്യ യൂയം കിമർത്ഥമിഹ തിഷ്ഠത ഭദ്രശീലാഃ യാദസ്തു യസ്ത്രിദിവമദ്യ സ യേശുദേവഃ പ്രത്യാഗമിഷ്യതി പുനശ്ച സമാനരീത്യാ. അച്ഛാ, ഇവിടെ 2 സംബോധനയുണ്ട്. ഭദ്രശീലാഹ സജ്ജനങ്ങളെ എന്ന സംബോധനയുണ്ട്, ഗാലിലീയ പുരുഷാഹ എന്നുമുണ്ട്, ഗാലിലീയന്മാരെ എന്ന്. അപ്പോൾ സജ്ജനങ്ങളെ, ഗാലിലീയന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അവരോടായി പറയുന്നു, യൂയം കിമർത്ഥം ഇഹ ഗഗനം വിലോകിയ തിഷ്ഠത, നിങ്ങൾ എന്തേ ഇവിടെ മാനത്ത്, ആകാശത്ത് കണ്ണൂന്നിക്കൊണ്ട് നിൽക്കുന്നത് എന്ന്. തുടർന്ന് അവർ പറയും, അദ്യ യഹ ത്രിദിവം യാതഃ, ഇന്ന് ആർ സ്വർഗം പോകിയോ, എന്ന് ആർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവോ, സഹ യേശുദേവ, ആ യേശുക്രിസ്തു,
പുനഃ വീണ്ടും സമാന രീതിയ പ്രത്യാഗമിഷ്യതി അതേപടി തിരികെ വരും എന്നവരോടായി പറയുകയാണ്. ഇന്ന് ആർ സ്വർഗത്തിലേക്ക് ആരോഹണം നടത്തിയോ ആ യേശുദേവൻ വീണ്ടും അതേപടി പ്രത്യാഗമിഷ്യതി തിരികെ വരുമെന്നവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ശ്രുത്വൈതത് ദൂതവാക്യം. ആ ദൂതവാക്യം കേട്ടപ്പോൾ അവർ എന്തു ചെയ്തുവെന്ന് പറയുന്നു. ശ്രുത്വൈതദ്ധൂതവാക്യം ശ്രുതിമധുരമുപാവൃത്യ ശിഷ്യാഗ്രഗണ്യാഃ ഭക്ത്യാ യേശോർജനന്യാഃ സഹസപദി യയുഃ പാവനം ദേവഗേഹം തത്രൈവോഷുർഭജന്തസ്തദനു ധൃതപവിത്രാത്മവീര്യാ പ്രചേരുഃ വ്യക്തം ദേവസ്യ സൂക്തം നിഖിലദിശി സമാഭാഷിതും പ്രേഷിതാസ്തേ. പച്ചാ നോക്കൂ, ഒരു വലിയ ശ്ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തേ ശിഷ്യ അഗ്രഗണ്യാഹ, ആ ശിഷ്യ പ്രമുഖർ. ശ്രുതിമധുരം ഏതത്ത് ദൂതവാക്യം ശ്രുത്വ. ശ്രുതിമധുരമാണ് ആ ദൂതവാക്യം, കാതിന് ഇമ്പമാർന്നതാണ്. അപ്പോൾ ചെവിക്ക് ഇമ്പമാർന്ന ആ ദൂതവാക്യം കേട്ടപ്പോൾ അവർ എന്തു ചെയ്തുവെന്ന് പറയുന്നു. ഉപാവൃത്യ, അവർ തിരിച്ചു വന്ന യേശോഹോ ജനന്യാസഹ, മാതാവോടൊത്ത്, യേശുവിൻ്റെ അമ്മയോടൊത്ത്, മാതാവോടൊത്ത്, സപതി ഉടനെ, ഭക്തിപൂർവം ഭക്തിയോടെ, പാവനം ദേവഗേഹം യയുഹുവെന്ന വിശുദ്ധമായ ദേവാലയത്തിലേക്ക് ചെന്നുവന്ന. തത്രൈവ ഭജന്തഃ ഊഷുഹു, അവിടെ തന്നെ ഭജനം ചെയ്തുകൊണ്ട് വസിച്ചു. തതനു, തുടർന്ന്, അനന്തരം തേ പ്രേഷിതാഹ, അവർ പ്രേഷിതരായി. എങ്ങനെയാണ് അവർ പ്രേഷിതരായത്? ധൃത പവിത്ര ആത്മവീര്യാഹ എന്നാണ് ദേവസ്യാസാർ ഉപയോഗിച്ച വാക്ക്. അതായത് പവിത്രാത്മാവിൽ നിന്ന് വീര്യം കിട്ടിയിട്ട് പ്രേഷിതരായി അവർ. ദേവസ്യ സൂക്തം നിഖിലദിശി വ്യക്തം സമാഭാഷിതും പ്രചേരുഹു. ദേവസ്യ സൂക്തം, അത് എല്ലാം കൊണ്ടും ആ വാക്ക് ചേരുമല്ലോ. ഇവിടെ ദേവസ്യ എന്ന വാക്ക് കേവലം ദേവൻ്റെ, യേശുദേവൻ്റെ എന്ന് മാത്രമല്ലല്ലോ കുറിക്കുക. ഇത് എഴുതിയ ആളുടെ പേരും ദേവസ്യ എന്നാണെന്ന് നമുക്ക് സരസമായി ഓർക്കാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ വാക്ക് ചേരുമെന്ന് വിചാരിക്കുകയും ചെയ്യാം. അപ്പോൾ ദേവൻ്റെ, ഈശോയുടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ സൂക്തം നിഖില ദിശി വ്യക്തം സമാഭാഷിതും പ്രചേരുവെന്ന, എല്ലാ ദിക്കിലും വ്യക്തമായി പ്രഘോഷിക്കുവാൻ പുറപ്പെടുകയായി. പന്തക്കോസ്താനുഭവം സാർ സൂചിപ്പിക്കുന്നുണ്ട്. അതാ പരിശുദ്ധാത്മാവിനാൽ വീര്യം പ്രാപിച്ചല്ലെങ്കിൽ ശക്തിപ്പെട്ടു പോയെന്ന് പറയുന്നില്ലേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അതിനുശേഷമാണ് ഇവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തം എന്നൊരു വാക്ക് കൂടി ചേർക്കുന്നുണ്ട്. അതായത് സ്പഷ്ടമായി, സ്ഫുടമായി, ഒരു വളച്ചുകെട്ടില്ലാതെയാണ് അവരിനി ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ പോകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പരസ്യമായി എന്നാണ് ഇവിടുത്തെ വാക്ക്. പക്ഷേ കുറെ കൂടി കൃത്യമായ വാക്ക് എനിക്ക് തോന്നുന്നു ഒരു വളച്ചുകെട്ടില്ലാതെ സ്ഫുടമായി എന്ന് പറഞ്ഞാൽ ഒത്തിരി അന്നത്തെ കാലത്ത് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പോൾ അവരൊന്നും മറച്ചു വെക്കാതെ പൂർണ്ണമായിട്ട് വളരെ വ്യക്തമായിട്ട് ഒന്നും അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാതെ ഒട്ടും മയപ്പെടുത്താതെ കൃത്യമായിട്ടങ്ങ് ആളുകൾക്ക് വേഗത്തിൽ ഗ്രഹിക്കുമാറ് എന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത് വ്യക്തമെന്ന വാക്കുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വ്യക്തമായി സമാഭാഷിതും പ്രചേരുഹു, പ്രഭാഷിക്കുവാനായി പുറപ്പെടുകയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഇവിടെ കാവ്യം അവസാനിപ്പിക്കുന്നത്. തീർന്നില്ല, ഒരു ശ്ലോകം കൂടിയുണ്ട്. ദേവസ്യാസാറ് എങ്ങനെ ഈ കാവ്യം തുടങ്ങിയോ അങ്ങനെ തന്നെയാണ് അവസാനിപ്പിക്കുന്നത്, ഒരു വാക്കിൻ്റെ വ്യത്യാസത്തിൽ മാത്രം. അവസാനത്തെ ശ്ലോകത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്. ഈ ആത്മാർപ്പണത്തിൻ്റെ കഥ ഞാനിതാ വർണ്ണിക്കാൻ തുടങ്ങുകയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥാരംഭത്തിലെ ആരംഭ പദ്യങ്ങളിൽ ഒന്നിൽ പറഞ്ഞത്. ഇവിടെ അദ്ദേഹം ഒരു നിഷ്കളങ്കതയോടെ ഒരു കൊച്ചുകുട്ടി തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തു തീർത്തിട്ട് അമ്മയോട് അല്ലെങ്കിൽ പിതാവിനോട് ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് എങ്ങനെ നിഷ്കളങ്കതയോടുകൂടി പറയുമോ, അങ്ങനെ
താൻ ചെയ്തായ മഹത്തായ പ്രവൃത്തിയെ ഏറ്റവും ഒരു ലഘുവായി കരുതിക്കൊണ്ടെന്ന പോലെ അദ്ദേഹം വായനക്കാരോടായി പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തോടായി പറയുന്നു. ദൈവവും വായനക്കാരനാണെന്ന് വിചാരിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് കാവ്യം അവസാനിപ്പിക്കുന്നത്: ഞാനിതാ ചൊല്ലിക്കഴിഞ്ഞു എന്ന്. അതായത് ആത്മാർപ്പണത്തിൻ്റെ കഥ ഞാനിതാ വർണ്ണിച്ചു കഴിഞ്ഞു, ഞാനിതാ ചൊല്ലിക്കഴിഞ്ഞുവെന്ന്. അപ്പോൾ അവിടെ തനിക്ക് ആരോ തന്നിൽ നിയോഗിച്ച ഒരു ചുമതല താൻ നിർവഹിച്ചു കഴിഞ്ഞു എന്ന മട്ടില്ല. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അതോടുകൂടി ഈ കാവ്യം പരിപൂർണമാവുകയാണ്. സമീഹിതം വിശ്വസൃജ യഥാതിഥഃ. സമീഹിതം വിശ്വസൃജാ യഥാതിഥഃ പ്രകാശിതം ദിവ്യതബോധനൈസ്തതഃ തതുന്നതാത്മാർപ്പണവൃത്തമീരിതം മയാദ്യ വിശ്വോത്തരഭാവസുന്ദരം. നോക്കൂ, ഏതൊന്ന് വിശ്വസൃജ ആദിതഃ സമീഹിതം, ഏതൊന്ന് വിശ്വസ്രഷ്ടാവ് ആദിയിൽ തന്നെ ഇച്ഛിച്ചിരുന്നുവോ. തതഃ ദിവ്യതപോധനൈ പ്രകാശിതം, അനന്തരം ദിവ്യരായ മഹർഷിമാർ വെളിപ്പെടുത്തി തന്നുവോ. തത് വിശ്വോത്തര ഭാവസുന്ദരം ഉന്നതാത്മാർപ്പണവൃത്തം അദ്യമയായിരിത്തം. ആദ്യമി വാക്ക് കാണാം, ഉന്നതാത്മാർപ്പണവൃത്തം എന്ന ഉത്കൃഷ്ടമായ ആത്മാർപ്പണത്തിൻ്റെ കഥ. ഉന്നതമായ, ഉത്കൃഷ്ടമായ, ശ്രേഷ്ഠമായ എന്തു പദവും എടുത്തുകൊള്ളൂ, ആത്മസമർപ്പണത്തിൻ്റെ വൃത്താന്തം. അതിനുള്ള വിശേഷണമാണ് വിശ്വോത്തര ഭാവസുന്ദരം. വിശ്വോത്തരമായ ഭാവങ്ങളാൽ അഴകിയെന്നതാണ്. വിശ്വോത്തരമായ ഭാവങ്ങളാൽ അഴകിയെന്ന ഈ ഉത്കൃഷ്ടമായ ആത്മാർപ്പണത്തിൻ്റെ വൃത്താന്തം അദ്യമയായിരിത്തം ഇതാ ഞാൻ ചൊല്ലിക്കഴിഞ്ഞു. നമ്മൾ പണ്ടൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഉപക്രമോപസംഹാര പൊരുത്തം ഏറ്റവും ഭംഗിയായി വിളങ്ങുന്ന ഒരു കൃതി കൂടിയാണ് നമ്മുടേത്. കൃത്യമായി പറഞ്ഞാൽ ഒന്നാമത്തെ സർഗത്തിലെ മൂന്നാമത്തെ ശ്ലോകവും ഈ പറഞ്ഞ ശ്ലോകവും തമ്മിൽ ഒറ്റ വാക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഈ ഉന്നതമായ ആത്മാർപ്പണത്തിൻ്റെ കഥ ഞാനിതാ പറയാൻ തുടങ്ങുകയായി, അദ്യമയ ഉച്യത്തെ, ഞാനിതാ പറയാൻ തുടങ്ങുകയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വളരെ ഭവ്യതയോടുകൂടി ഞാനിതാ ചൊല്ലിക്കഴിഞ്ഞു എന്ന മയ ഈരിത്തം എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ വൈശിഷ്ട്യം നിറഞ്ഞ ഒരു കാവ്യമാണ് നമ്മൾ ഇത്ര കാലം ചർച്ചയ്ക്കെടുത്തത്. 33 സർഗങ്ങളോട് കൂടിയ യേശുദേവൻ ഈ ലോകത്ത് ചെലവഴിച്ച കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുമാറുള്ള എണ്ണത്തോടു കൂടിയ സർഗങ്ങളാണല്ലോ. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സംരംഭം ഒരു സമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. ഒരു സമാപന സമ്മേളനം ഞങ്ങൾ കൂടാൻ പോവുകയാണ്. അതിൽ ദേവസ്യ സാറിൻ്റെ കുടുംബാംഗങ്ങളുണ്ടാകും, പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുണ്ടാകും. ആ സമാപന സമ്മേളനം അവസാനത്തെ 2 എപ്പിസോഡുകളായി നിങ്ങൾക്ക് മുന്നിൽ സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യും. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.